ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോട്ടിൽ കണ്ടാൽ തന്നെ അറിയാം, ഞാനിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മേടിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു വർഷം ആവാറായി. പിന്നെ ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുവാണ്, കാരണം ഞാനൊരു ഈവനിങ് ഫംഗ്ഷനാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല. അടുത്ത് ഞാൻ പോൺസിൻ്റെ തന്നെ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. BB ക്രീം നമുക്ക് അത്യാവശ്യം നല്ല കവറേജൊക്കെ തരുന്നുണ്ട്, പ്രത്യേകിച്ച് പോൺസിൻ്റെത്. ഞാനിതും കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു BB ക്രീം കൂടെയാണ്. അതായത് നമുക്ക് ഒരു ഫൗണ്ടേഷൻ തരുന്ന പോലെ ചെറിയൊരു കവറേജൊക്കെ തരുന്നുണ്ട്. ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഒരു ബ്ലറി ഫിനിഷിംഗ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഈവനിങ് ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഞാനിതുപോലെ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്തിട്ട് BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ കോമ്പാക്ട് പൗഡറാണ്. പൗഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കി പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. ഫൗണ്ടേഷനൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്ക് നോക്കിയിട്ട്. പിന്നെ ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഐബ്രോ ഒക്കെ വളരെ കുറവായതുകൊണ്ട് ഞാൻ ഐബ്രോ ജസ്റ്റ് ഒരു പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഐലൈനർ വരയ്ക്കുന്നുണ്ട്. ഐലൈനറും ഫേസസ് കാനഡയുടെ ഐലൈനറാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. വലിയൊരു ജെറ്റ് ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്, പക്ഷേ വലിയൊരു കളറൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു കളർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നൈക്കയുടെ കാജലാണ് വരച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തു, പക്ഷേ എനിക്കത് എൻ്റെ ചുണ്ടിന് ചേരാത്ത പോലെ തോന്നി. ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ചെറുതായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നി. ഈ മേക്കപ്പിന് അത് ചേരുന്നില്ല. ലാസ്റ്റ് ടൈം ഞാൻ നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഗോസിപ്പ് റെഡ് എന്ന് പറയുന്നൊരു ഷെയ്ഡായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ബട്ടറി ഫിനിഷാണ്. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് ചുണ്ടിൽ നിന്ന് പോകത്തില്ല. ആ ടിൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലുണ്ടാവും. ഇതൊരു ഈവനിങ് ഹൗസ് വാമിങ് ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെയിലൊന്നും കൊള്ളണ്ട, അധികം വിയർക്കൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനൊരു മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പിന്നെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഇയറിങ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഇയറിങ് സെലക്ട് ചെയ്തു, അതെനിക്കിഷ്ടമായില്ല. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഈ ഒരു ഇയറിങ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് എന്താണെന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ആദ്യം ഞാൻ മുടിയൊന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കെന്തോ അത്ര വലിയ ഗുമ്മൊന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ മുടി അഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഖത്ത് എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു, അങ്ങനെ ഞാനൊരു പൊട്ടുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴാണ് എൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പെല്ലാം ഇളകി നിൽക്കുന്നുണ്ടത്. പിന്നെ വാച്ചിൻ്റെ സ്ട്രാപ്പും കൂടെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.